Dear students, 2025 NEET exam attend ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. നിങ്ങൾക്കറിയാം ഇനി 50 താഴെ ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു 2025 മെയ് 4 NEET എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പേരൻസിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ് ഈ ഒരു NEET എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് എൻട്രൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സുമായിട്ട് എഗെയിൻ ഈ ഒരു ചാനലിൽ തന്നെ നമ്മുടെ വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ കുറഞ്ഞ ടൈമിൽ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള പ്രിപ്പറേഷനിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആൽഫയുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന പോലെ തന്നെ നമ്മൾ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ട കുട്ടികൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി എക്സാമിനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് ടോട്ടൽ 81 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുണ്ടായിരിക്കുക, 81 ചാപ്റ്റേഴ്സ്. ഈ 81 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ്, അതായത് ഈ 81 ചാപ്റ്റേഴ്സും ഒരു ഫോട്ടോ ഇമേജുകൾ പോലെ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇതിൽ നിന്നുള്ള ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും, ഏത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ഒരു ഫോട്ടോ ഇമേജ് പോലെ മനസ്സിൽ വരുന്ന രീതിയിൽ നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യുക. ഓരോ പാഠങ്ങളും നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ മനസ്സിലാവണമെങ്കിൽ ഒരു കറക്റ്റ് രീതിയിലുള്ളൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് കണ്ടാലും അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനെല്ലാത്തിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിയും എന്താ പറയുക, ക്രാഷ് കോഴ്സിന് ചേരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ടൈം പോയി എന്നുള്ള ഒരു കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അടുത്ത ബാച്ചസ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ചസ് 25, 27 ആ ഒരു ഡേറ്റിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികൾ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിരന്തരം കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അതായത് NEET.nic.nta.in എന്നുള്ള ഇവരുടെ ഒരു വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും ചേഞ്ചസ് ഇട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളിപ്പോഴേ അതൊന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ ഡെയിലി ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരാനുള്ളത് നിങ്ങളുടെ ഫോട്ടോയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചറിലോ വരുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിരിക്കും. അവർക്ക് ആളെ സഫീഷ്യൻ്റായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു രീതി അവർക്ക് ആ ഒരു ഫോട്ടോയിൽ നിന്നോ സിഗ്നേച്ചറിൽ നിന്നോ കിട്ടുന്നില്ലെങ്കിൽ അവരത് നിങ്ങളെ ഇൻഡിവിജ്വലി അറിയിക്കും. നിങ്ങൾ SMS ത്രൂവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ വഴിയോ അവരെ കാര്യം അറിയിക്കും. ഇന്നപോലെ ഇമേജ് ഡിസ്ക്രിപ്ഷൻസിൽ നിന്നുള്ളൊരു മെയിലായിരിക്കും വരിക. ഒരുപാട് കുട്ടികൾക്കൊന്നും അത് വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇത്രയും കുട്ടികളിൽ ഒരു 4% അത്രയും കുട്ടികൾക്ക് വന്നു, ചിലർക്ക് അത് വളരെ കുറവായിരിക്കും. ആ ഒരു ചേഞ്ച് ഇനി വരാനായിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് തന്നെ ആയിരിക്കും. അതും ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരിക എന്നുള്ളത് April 2nd വീക്കിലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇനി ആ ഒരു വെബ്സൈറ്റ് കയറി നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കറിയാം മെയ് 1 മുതൽ അഡ്മിറ്റ് കാർഡുകൾ വരുന്നതായിരിക്കും. മെയ് 4 എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആ ഒരു എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത ടൈമിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിം, അതിൻ്റെ ഫോട്ടോ, ഇത് രണ്ടും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ മാച്ച് ആവുന്ന ID പ്രൂഫ് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും ആധാർ കാർഡാണ് കൊണ്ടുപോകുക. ചിലർ +2ൻ്റെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുവന്ന കുട്ടികളുണ്ട്. ഈ ആധാർ കാർഡാണെങ്കിലും സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഏത് ID പ്രൂഫ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്ത ടൈമിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും കറക്റ്റായിട്ട് വരുന്ന ID പ്രൂഫ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇതിനെയൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ ഇനി എക്സാം സെൻറ്ററിൽ പോകുമ്പം കരുതേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മെയ് 1 അഡ്മിറ്റ് കാർഡ് അവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പം അവർ തന്നെ വെബ്സൈറ്റ് ത്രൂ അറിയിക്കും. അപ്പോൾ അന്നേരം എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മറക്കാതെ കാണണമെങ്കിൽ, അതുപോലെ തന്നെ നീറ്റ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡ്രസ് കോഡിൻ്റെ കാര്യം.
അതായത് നിങ്ങൾ ഡ്രസ് കോഡ് ധരിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, ജീൻസ് ഇടാവോ, ടീഷർട്ട് ഇടാവോ, ക്രോപ്പ് ടോപ്പ് ഇടാവോ, അങ്ങനെ ഡൗട്ട് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഡ്രസ് കോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതായത് ഫുൾ സ്ലീവ് ഡ്രസ്സ് നിങ്ങൾ ഇടാൻ പാടില്ല, ഫുൾ സ്ലീവ് ഡ്രസ്സ് പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ഒരുപാട് പോക്കറ്റ്സുകളുള്ള ഡ്രസ്സുകൾ, ഈ ജീൻസിലും അതുപോലെ തന്നെ ജാക്കറ്റ്സിലും ഒക്കെ ഒരുപാട് പോക്കറ്റുകളുള്ള ഡ്രസ്സുകളുണ്ട്, അത് ഇടാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഷാൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെന്താ, ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമ്മളെന്തായാലും ഒരു കോട്ടൺ ഡ്രസ്സ് ആയിരിക്കും ധരിക്കുന്നത്. നമ്മളിപ്പം കൈ ഒരുപാട് വേർക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു കോട്ടൺ ഡ്രസ്സിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഹാൻഡ് കർച്ചീഫ് അവർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. എക്സാം ഹാളിൽ ഹാൻഡ് കർച്ചീഫ് കയറ്റാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഈ ഷർട്ടിലും പാൻറ്റിലും ഒക്കെയുള്ള വലിയ ബട്ടൺസുകളൊന്നും പാടില്ല. പിന്നെ മെറ്റൽസ് പാടില്ല. ഈ ബെൽറ്റിലാണെങ്കിലും ഈ മെറ്റൽ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ മെറ്റൽ ഡിറ്റക്ടർ വഴി നോക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഈ മെറ്റൽ ഡിറ്റക്ടറിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിപ്പം കമ്മലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ വാച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് എക്സാം ഹാളിൽ തന്നെ അവർ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ ടൈമായി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കറക്റ്റ് ടൈമിൽ. അത് കൂടാതെ തന്നെ ബെൽ സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കറക്റ്റ് ടൈമിലും അവരിങ്ങനെ ബെല്ല് അടിച്ച് നമ്മളൊക്കെ ഇപ്പോൾ എക്സാം എഴുതേണ്ട ടൈമാണെങ്കിലും അത് തീരേണ്ട ടൈമാണെങ്കിലും എല്ലാവരും ബെല്ലിൽ കൂടെ തന്നെ അറിയിക്കും. പിന്നെ ഒരുപാട് വലിയ പ്രിൻറ്റുകളുള്ള ടീഷർട്ട്സ്, ടോപ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ചെറിയ റൈറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. വലിയ റൈറ്റിങ്സ് ഒക്കെ ഉള്ള ടീഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഷൂസ് യൂസ് ചെയ്യാൻ പാടില്ല. നോർമൽ ചപ്പൽസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ പോകാനായിട്ട്. പിന്നെ ചിലർക്കുള്ളൊരു ഡൗട്ടാണ് വാട്ടർ ബോട്ടിലെങ്കിലും കൊണ്ടുപോകുക എന്നുള്ളത്. വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, എക്സാം ഹാളിൽ കയറ്റാനായിട്ട് പറ്റും. പക്ഷേ അതും ഇതുപോലെ സ്റ്റിക്കർ കാര്യങ്ങളുള്ള വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫുഡൊന്നും അലൗഡ് അല്ല, എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിൽ ഫുഡ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. പിന്നെ ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും അത്രയ്ക്ക് എക്സെപ്ഷണൽ കേസസിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ കരുതാവുന്നതാണ്. പിന്നെ വാഷ്റൂമിലാണെങ്കിലും നിങ്ങൾക്ക് പോകുന്നതിന് പ്രശ്നമില്ല എക്സാം സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ. പക്ഷേ തിരിച്ച് നിങ്ങൾ കയറുന്ന സമയത്ത് എഗെയിൻ ആ ഒരു സെക്യൂരിറ്റി പ്രോസസ്സിൽ കൂടെ നിങ്ങൾ പോകേണ്ടി വരും. ഫ്രിസ്കിങ് എന്നാണ് ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടൈം അവിടെ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വാഷ്റൂമിൽ എന്തെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ പോയിട്ട് വന്നതിന് ശേഷം മാത്രം ഈ ഒരു സെക്യൂരിറ്റി പ്രോസസ്സിൽ കൂടെ പോകാനായിട്ട് ശ്രമിക്കുക. ചിലർ ഈ ഒരു നിയമങ്ങളെ എല്ലാം എതിർക്കുന്ന രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് പോയി എക്സാം എഴുതുന്നവരുണ്ട്. അങ്ങനെ എഴുതാതിരിക്കുക. ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു എക്സാം നല്ല രീതിയിൽ പോയി എഴുതുക എന്നുള്ളത്. നിങ്ങളുടെ ഒരുപാട് നാളത്തെ എന്താ പറയുക പരിശ്രമമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങൾ കൂടുതലൊരു തൊട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാതെ നല്ല രീതിയിൽ പോയി എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓവറായിട്ട് പാനിക്കായിട്ട് ടെൻഷൻ അടിച്ച് പോയി എക്സാം എഴുതാതെ കൂളായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ചിലർക്ക് ആ ഒരു എക്സാമിനെ പഠിക്കുന്നതിനെ പറ്റി ഓർക്കുന്നതിനേക്കാളും ടെൻഷൻ ആയിരിക്കും ഈ ഒരു നീറ്റ് എക്സാം സെൻറ്ററിൽ കയറി ആ ഒരു എക്സാം എഴുതുന്നതിനെ പറ്റി ഓർത്തിട്ടുള്ള കാര്യം. നിങ്ങൾ അത്രയും ടെൻഷൻ അടിച്ച് പോയി എക്സാം എഴുതേണ്ട കാര്യമില്ല. ഇപ്രാവശ്യം ആണെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രോബ്ലംസ് ഉണ്ടാവാതെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ വർഷം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ ആ ഒരു മൊമെൻറ്റിൽ ബുക്ക് മറിച്ച് നോക്കുക, കാണാപ്പാഠം പഠിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ കാമായിട്ട് നിൽക്കുക, കാമായിട്ട് കയറി എക്സാം എഴുതാനായിട്ട് നോക്കുക. ഇത് വളരെ സിമ്പിൾ ഒരു എക്സാമാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പോയി എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളുടെ ആൽഫയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നമ്മുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ച് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ അറിയേണ്ടവരെല്ലാം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോർഡിനേറ്റേഴ്സ് എപ്പോഴും നിങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകളെല്ലാം ആൽഫയ്ക്കൊപ്പം നല്ല മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വളരെ അനായാസമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം. All the best.